ചവിട്ടിക്കിട്ടു ഞാൻ. നിനക്ക് അത്ര അഹങ്കാരമായി? ഞാനൊരാണാണടി, ഇങ്ങനെയൊക്കെ കാണിക്കും. എന്നെ നോക്കാനാണ് നീ ആണാണോ ചോദിച്ചേ? ചവിട്ടിക്കൊല്ലി ഞാൻ നിന്നെ. ഒരു മൂക്ക് തിടുന്നതിന് വേറെ 2 മൂക്ക് തിടുന്ന വിലസ എന്റെ അടുത്ത. ഇനി മേലാൽ എന്റെ അടുത്ത് അഹങ്കാരം കാണിച്ചാലുണ്ടല്ലോ. എന്താ എന്റെ കൈ കയറി എന്തിനാടി പിടിച്ചേ? നീ ആരാ? നീ എന്താ വിജയശാന്തിയാണെന്ന വിചാരം? വിടാൻ എന്റെ ഭാര്യയെ ഞാൻ തല്ലും കൊല്ലും. അത് ചോദിക്കാൻ ഈ ഏരിയയിൽ ഒരോരുത്തൻ ജനിച്ചിട്ടില്ല. ഒരു പെണ്ണായ കാരണം കൊണ്ട് വെറുതെ വിടുന്നതാ. ഒരാണാണെന്ന് വിചാരിച്ചോ അവനെ ഞാൻ ചവിട്ടി എല്ലോടിച്ചിട്ടുണ്ടാവും. അയ്യോ, നീ എന്നെ അടിച്ചൂലേ? നിന്നെ ഞാൻ കാണിച്ചു. അയ്യോ, എന്റെ തല കറങ്ങുന്നേ. ഭൂതം ഭാവി വർത്തമാനം ഒക്കെ കാണാം. ആൾക്കാരെ വെച്ചാണ് അടുപ്പിക്കുന്നത്. അത് പോട്രാ, നീ എന്റെ അടുത്ത് പറഞ്ഞതിന് പകരം നേരെ അവളുടെ അടുത്ത് ചെന്ന് ബൾബ് കത്തി മണിയടിച്ചു. എപ്പൊ കല്യാണം കഴിക്കാൻ ചോദിക്കേണ്ടതല്ലേ? അതിനിടയിൽ ഓട്ടോ കയറി പോയി കളഞ്ഞു. എന്തൊരു പെണ്ണാണ് അത്, എന്തൊരു ധൈര്യമാണ്. ആ ഒരു നിമിഷം ഞാൻ എന്റെ അമ്മയെ ഓർത്തു പോയടാ. വയസ്സായവളാണ് വിജയ്. ഞാൻ അവളുടെ സ്വഭാവം ഒന്ന് പറഞ്ഞതാ. ഓ, എന്റെ അമ്മ ഇതുപോലെയാ. ഒരു ദിവസം ഒരുത്തൻ എന്റെ അമ്മയുടെ ഹാൻഡ് ബാഗ് തട്ടിയെടുത്ത് ഓടിക്കളഞ്ഞു. അവനെ ഓടിച്ചിട്ട് പിടിച്ച് റോഡിലിട്ട് തല്ലി അവശനാക്കി. അതിനുശേഷം എനിക്ക് എന്നെ ഹാൻഡ് ബാഗ് തൊടാൻ പേടിയാ. കാർത്തേക്, മനസ്സിലായി. കുറച്ചു നാളായി നമ്മൾ അടിയിടി കമേഴ്ഷ്യൽ പടമല്ലേ ചെയ്യുന്നത്. ആദ്യം നിന്നെ നശിപ്പിച്ചു. അവൾ ആരായിരിക്കും വിജയ്? അവള് ആരെ പോലെ ഇരിക്കുന്നു വിജയ്, നീ ഇനി ഒന്നും പറയണ്ട, ഞാൻ തന്നെ അന്വേഷിച്ചോളാം. ഓക്കെ? നീ നന്നാവില്ലടാ. നീ എന്ത് വേണേലും പറഞ്ഞു. ബീതോവന്റെ ജന്മദിനത്തിൽ നമ്മൾ കുടിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ നീ പറയുന്നത്? അദ്ദേഹം നമ്മളെ പോലെ ഒരു കലാകാരനല്ലേ. നമ്മൾ വേണ്ട ആഘോഷിക്കാൻ. അതല്ലാതെ നമ്മൾ ഡെയിലി കുടിക്കുന്നുണ്ടോ? അവസാനം കുടിച്ചത് മൈക്കിൾ ജാക്സന്റെ ബർത്ത്ഡേക്ക്. അത് കഴിഞ്ഞ ആഴ്ചയാ. അത് അവന്റെ പ്രശ്നം. നോക്ക, ഇപ്പൊ തീർക്കാം. ഹലോ, കഴിക്കേ. ചിക്കൻ കഴിക്ക, ഗാർലിക് ചിക്കൻ. എനിക്ക് വേണ്ട. വെളുത്തുള്ളിയുടെ അഭിഷേകം അതില്. കാർത്തിക്, വെളുത്തുള്ളി ഇസ് വെരി ഗുഡ് ഫോർ ഹെൽത്ത്. എന്തെന്നാ രാവിലെ ഒരു വെളുത്തുള്ളി, വൈകിട്ട് ഒരു വെളുത്തുള്ളി കഴിച്ച 100 വർഷം ജീവിച്ചിരിക്കുന്ന എന്റെ മുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട്. പറയാൻ മാത്രമല്ല, അങ്ങനെ തന്നെ ജീവിച്ച് കാണിച്ചു. അങ്ങനെയാണ്? എന്നാൽ 62ാമത്തെ വയസ്സിൽ ഒരു ആവശ്യമില്ലാതെ ചത്തുപോയി. എങ്ങനെ? അതൊരു ദിവസം കുളി കഴിഞ്ഞാൽ നനഞ്ഞ തോർത്തൊന്ന് കുടഞ്ഞു. 1-2 തുമ്മി ടാറ്റ പറഞ്ഞു. അപ്പോ വെളുത്തുള്ളി? കാർത്തേ, ജീവിതത്തിലെ ചില വിഷയങ്ങള് വെളുത്തുള്ളിക്ക് പോലും രക്ഷിക്കാനാവില്ലടാ. എന്താടാ ഇത്? ബീറിന് ഇങ്ങനെ ഒരു പിടുത്തം? അത് നമ്മൾ വല്ലപ്പോഴല്ലേ കുടിക്കുന്നത്, അതുകൊണ്ടാ. അപ്പൊ ട്രെയിൻ അടിക്കാല്ലേ? ഹലോ. ഹലോ, ഐ എം പ്രീതി. ഐ എം കാർത്തിക്. മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. നിങ്ങള് മ്യൂസീഷ്യൻ ആണോ? അതെ. ഞാനും ഗിറ്റാർ പഠിക്കുന്നുണ്ട്. നിങ്ങള് കർച്ചീഫ് താഴട്ട പോലെ ഗിറ്റാർ താഴട്ടാലേ അവനടുത്തത്. എടാ, എന്നിട്ടും ഒരു മൈൻഡില്ല. ഓക്കെ, എന്നാ കുട്ടി പോയിക്കോളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പോകാൻ വരട്ടെ. തട്ട് കിട്ടി, ഇനി പോവാം. അല്ല, നീ എപ്പോഴാ ഇൻസമാമൂൾ ഹക്കായത്? പിന്നെ എന്റെ പേര് വിജയ് എന്ന് പറഞ്ഞാലോ അവൾ എന്നെ പ്രേമിക്കും.
എന്താണ് എടാ കാലത്ത് ബിയർ കുടിക്കുമ്പോ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താ കുടിച്ചിട്ട് ആമ്പക്കം വിടുമ്പോഴും ബിയർ വിജയ് ഇത് ഫ്ലാറ്റാ. എടാ വിജയ് ഒന്ന് മിണ്ടാതിരി. എടാ നീ ശബ്ദം ഉണ്ടാക്കല്ലേ. എടാ ആൾക്കാർ കേൾക്കൊന്നും മിണ്ടാതിരിക്കേ. എടാ വിജയ് നീ എന്തായി കാണിക്കുന്നത്? വിജയ് എടാ എന്താ എന്താ വിജയ് ഇത് സെക്രട്ടറിയുടെ വീടാ. സോറി സർ സോറി. എടോ എത്ര ധൈര്യം ഉണ്ട് കേട്ടാ കുടിച്ചിട്ട് ഇവിടെ വന്ന് ഛർദ്ദിച്ചത്. അയ്യോ നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല സർ, ഇന്ന് ഇവന്റെ ബർത്ത്ഡേ. കൈയൊന്നും വേണ്ട. ബർത്ത്ഡേ ആണെങ്കിൽ ഓരോ വീട്ടിലും പോയി ഛർദ്ദിക്കോ? ഇല്ല സാർ, ഞാൻ കഴിഞ്ഞ നീ എന്നെ കളിയാക്ക? ഞാൻ ആരാന്നറിയാമല്ലോ, സെക്രട്ടറി ഓഫ് ദ അപ്പാർട്ട്മെന്റ്. ഒരു മിനിറ്റ് സർ, ഒരു മിനിറ്റ് നടക്കണം. നല്ല വിളിക്കുന്നത്. നീ ഇനി ഒരു അക്ഷരം അനക്ക് മിണ്ടരുത്. അകത്തേക്ക് പോ. ചെല്ല്. ഛർദ്ദിക്കണമെങ്കിൽ അകത്ത് ബാത്റൂം ഉണ്ട്, അവിടെ ചെന്ന് ഛർദ്ദിക്ക്. ആക്ച്വലി സാർ വീട്ടിൽ വെളുത്തുള്ളി ഉണ്ടല്ലോ, കുളമാക്കാതെ പോടാ. സാർ എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല സാർ. ഒരു ഇത്തിരി ബീറടിച്ചു, അതവന് പിടിച്ചിട്ടില്ല. ചിലപ്പോ പതിവില്ലാത്തോണ്ടായിരിക്കും. എന്റെ അടുത്ത് എന്നിട്ട് വേല ഇതുകൊണ്ടാ ബാച്ചിലേഴ്സിനെ താമസിപ്പിക്കാത്ത. സാർ ഇത് ഞാൻ 5 മിനിറ്റിനുള്ളിൽ ക്ലീൻ ചെയ്യാം സാർ. സാർ ഒരു വൃത്തികെട്ട ഒരു സ്വപ്നമായിട്ട് കണ്ടാ മതി. എന്താടാ എന്താ എന്തിനാ നീ വീണ്ടും ഇങ്ങോട്ട് വന്നേ? എന്തിനാ ഇങ്ങോട്ട് വന്നേന്നാ? ഇതിനാണ് ഇത്രയും ബീറും കുടിച്ചിട്ടില്ല സാർ. സത്യം. This is the limit. Yes, this is the limit. I will call the police. I will call the police. എന്തിനാ സാർ പോലീസ്? ഇപ്പൊ എന്താ വേണ്ടത്? ഞങ്ങൾ ഇവിടുന്ന് പോകണം, അത്രേ ഉള്ളൂ. ഞങ്ങൾ പോയേക്കാം സാർ. കുറച്ച് സമയം വേണം. എത്രയോ? 1/2 മണിക്കൂർ? വേറെ വീട് നോക്കണ്ടേ അല്ലെങ്കിൽ 1 മണിക്കൂർ? അയ്യോ സാർ, എത്ര വേണ്ടി വരും? ഒരു 2 വർഷം മതിയോ? മതി. Take 5 years. I will call the police. Police. സത്യമായിട്ടും പോയിക്കോളാം. വേറെ വീട് ഇങ്ങനെ നോക്കിക്കോളാം സാർ, പ്ലീസ്. ഇവിടുന്ന് പോടാ പോടാ. നീ കുടിച്ചിട്ടുണ്ടല്ലേടാ. ഒന്നുമില്ല ജാനു, നീ പുറത്തേക്ക് വരണ്ട. നീ വിജയ് അല്ല, എന്റെ വിധിയാ. Get lost. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞ ഛർദ്ദിക്കണമെന്നുണ്ടെങ്കിൽ ബാത്റൂമിൽ പോയി ഛർദ്ദിക്ക. നീ എന്തിനാ അങ്ങോട്ട് വന്നത്? അപ്പൊ ബാത്റൂം അല്ലായിരുന്നു ഏത്? ഞാൻ ഛർദ്ദിച്ച സ്ഥലം. എടാ ഞാൻ അപ്പോഴേ വിചാരിച്ചു ഈ സെക്രട്ടറി എന്തിനാ നമ്മുടെ ബാത്റൂമിൽ നിൽക്കുന്നതെന്ന്. സോറിയുടെ കാലത്ത് ഞാനായിട്ടുണ്ടാക്കിയ പ്രശ്നം ഞാൻ തന്നെ തീർക്കും. നീ എന്തിനാ തുടയ്ക്കുന്നത്? രാത്രി മുഴുവൻ ബക്കറ്റ് വെള്ളവും കോരി ഞാനാ തുടച്ചത്. ഞാൻ പോയിട്ട് മാപ്പ് പറയാം. ഇനി എന്ത് പറയാനാ? അതായത് ബർത്ത്ഡേക്ക് ചിക്കൻ കഴിച്ചുകൊണ്ട് ഛർദ്ദിച്ചാണെന്ന് പറയാം. ഒരു സഹതാപം വേണ്ടേ? എന്റെ അളിയാ, ഇവിടുന്ന് താമസം മാറാന്ന് എനിക്ക് പറയേണ്ടി വന്നു. അവിടം വരെ എത്തിയോ? പിന്നെ അല്ലാതെ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞാൽ പേടിപ്പിച്ചില്ലേ? നീ വേഗം വീടന്വേഷിക്കേ. കാർത്തേക്, ഈ മാറ്റർ എനിക്ക് വിട്ടുവന്നേക്ക്, ഞാൻ നോക്കിക്കോളാം. ഞാൻ പോയി ക്ഷമ ചോദിച്ച് സെക്രട്ടറിയുടെ മനസ്സറിഞ്ഞ് നിന്റെ കയ്യും കാലം പിടിച്ച് വന്ന് കരയും. നീ നോക്കിക്കോ. എന്നിട്ട് നോക്ക്, വിജു ബാത്റൂമിൽ പോകുന്നു, കുളിക്കുന്നു, നീറ്റായി ഡ്രസ് മാറുന്നു, അങ്ങനെ കാണുന്നു. മാറ്റർ ക്ലോസ്. 1/2 മണിക്കൂറിനുള്ളിൽ എന്താ നടക്കുന്നത് നീ നോക്കിക്കോ. എടാ കാർത്തേക്, ഇവൻ I should try to forget, but there is something left in my head. എൻ ജാലകം തുറന്നതും നീയല്ലയോ, ഞാൻ തേടുമീ കൺമണി നീയല്ലയോ, എൻ കൺകളിൽ തെളിയുമീ പൊന്മുഖമോ, ഞാൻ കാണുമീ നിൻമുഖം സ്വപ്നമാണോ, വിണ്ണിൽ പാറുകൾ പ്രാവുകൾ തിണയും തേടി പോകുന്നുവോ, കൂട്ടിൽ വന്ന് ചേക്കേറുമോ കുഞ്ഞരിപ്രാവ്, തുമ്പി പെണ്ണു കണ്ടുവോ കൊന്ന പൂക്കൾ പൂത്തത്, കനവിൽ വന്ന് നിന്നുവോ ജാലകം തുറന്നതും നീയല്ലയോ, ഞാൻ തേടുമീ കൺമണി നീയല്ലയോ. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് കാർത്തിക്, ഇവിടെ പുതിയ താമസക്കാരനാണ്. എന്നെ നിങ്ങൾക്കറിയില്ല, പക്ഷേ എനിക്ക് നിങ്ങളറിയാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, കഴിഞ്ഞ ആഴ്ച ഒരാൾ തൻ്റെ ഭാര്യയെ വഴിയിലിട്ട് തല്ലുമ്പോൾ നിങ്ങളവനെ അടിച്ച് താഴെയിട്ട് കളഞ്ഞത്? ഇറ്റ് വാസ് അമേസിങ്. ഞാൻ അപ്പോഴേ നിങ്ങളുടെ ഓട്ടോഗ്രാഫ് വാങ്ങണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ റോഡ് ക്രോസ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ പോയി കഴിഞ്ഞു. എങ്ങനെ അഭിനന്ദിക്കണമെന്നറിയില്ല.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പേര് കാർത്തിക്. തൻ്റെ പേരൊന്നറിഞ്ഞാൽ? ജ്ഞാനപ്രകാശ്. ജ്ഞാനപ്രകാശം. പ്രൊഫസർ ജ്ഞാനപ്രകാശ്. ഓ, കാർത്തിക്. എവിടെയാ ജോലി ചെയ്യുന്നത്? ഞാനൊരു മ്യൂസീഷ്യനാണ്, ആഹാ. ഫിലിം ഇൻഡസ്ട്രിയില്ല. ഓ, വെരി ഗുഡ്. എനിക്ക് ഈ തമിഴ് പാട്ടുകളൊക്കെ വളരെ ഇഷ്ടമാണ്. അത് ഈയിടെ ഇറങ്ങിയ തമിഴ് പാട്ടുകളിൽ രാസാത്തി ഉന്നൈ കാണാതെ നെഞ്ചം കാത്താടി പോലാടുത്, ഇറ്റ്സ് എ നൈസ് സോങ്. അതെനിക്ക് വളരെ ഇഷ്ടമാണ്. ഐ തിങ്ക് ഇറ്റ് ഇംപ്രസ്ഡ് ഓൺ മീ. വെരി ഗുഡ് രാഗം. തമിഴ് സിനിമകൾ ധാരാളം ഞാൻ കാണാറുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഡയറക്ടറാണ് മണിരത്നം. ബ്രില്യൻ ബോയ്, നന്നായിട്ട് വരും. മാർക്ക് മൈ വേർഡ്സ്, ഹി ഹാസ് ഗുഡ് ഫ്യൂച്ചർ. മിസ്റ്റർ രാഘവൻ, സ്റ്റോപ്പ് ദെയർ. എന്താ മിസ്റ്റർ രാഘവൻ ഹെൽമെറ്റ് ധരിക്കാതെ പോകുന്നത്? ഹെൽമെറ്റ് ഓഫീസിൽ മറന്നു വെച്ചു സാർ. നോ നോ, ഹെൽമെറ്റ് ഇല്ലെങ്കിൽ പോലീസ് പിടിക്കില്ലേ? ലാസ്റ്റ് വീക്ക് ചീഫ് മിനിസ്റ്റർ ഇന്റർവ്യൂവിൽ പറഞ്ഞതാ. എന്താ സാർ, പ്രൊഫസറുടെ അടുത്ത് പോയി കുടുങ്ങിയോ? അതല്ല, അദ്ദേഹം ആരാ? ബന്ധമില്ലാതെ സംസാരിക്കുന്നു. നല്ല വിദ്യാഭ്യാസമുള്ള മനുഷ്യനാ. അതെയോ? ആ തല കണ്ട അറിയില്ലേ? അങ്ങേര് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു. പാവം ഇപ്പൊ മനസ്സിന് കുറച്ച് സുഖമില്ല. ഇപ്പോഴും 1984 ജീവിക്കാന്നാ വിചാരം. എന്താ ഇങ്ങനെ? അതായത് സാർ, ഇപ്പൊ ഓഫ് ചെയ്യാം സാർ. സാർ, ഞാൻ മോട്ടോർ ഓഫ് ചെയ്ത് വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഈ വഴിയാ. എല്ലാ പണിക്കും ഞാൻ തന്നെ വേണമെന്ന് പറഞ്ഞാൽ എന്താ ഇത്ര ലേറ്റ്? നീ ഇങ്ങനെ ലേറ്റ് ആയിട്ട് പോയാൽ യു വിൽ മിസ് യുവർ ലെസൺസ്. സമയത്ത് സ്കൂളിൽ പോയില്ലെങ്കിൽ ഒരു പ്രയോജനമില്ലെന്ന് ബുദ്ധിയുള്ളവർ പറഞ്ഞത് കേട്ടില്ലേ?